നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 4 സംസ്ഥാനങ്ങളിൽ വ്യാപക തെരച്ചിലുമായി ദേശീയ അന്വേഷണ ഏജൻസി. ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലായി 50 സ്ഥലങ്ങളിലാണ് എൻഐയുടെ തെരച്ചിൽ. തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻഐഎ സംഘം ഈ സംസ്ഥാനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. ഗുണ്ടാ സംഘങ്ങളുടെയും മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളുടെയും കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ട്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. തെരച്ചിലിൽ നിരവധി ആയുധങ്ങൾ കണ്ടെത്തിയതായി വാർത്താ ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട്. മയക്കുമരുന്ന് കടത്തിലൂടെ രാജ്യങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ലഭിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് കേന്ദ്രീകരിച്ചാണ് എൻഐഎ അന്വേഷണം നടത്തുന്നത്. അതേസമയം കേരളത്തിൽ തീവ്രവാദ കേസിലെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനെത്തിയ എൻഐഎ ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങളെടുത്ത പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് കോടതിയുടെ താക്കീതുണ്ട്. PFI നേതാക്കളുടെ ബന്ധുക്കളാണ് കൊച്ചി എൻഐഎ കോടതി വളപ്പിൽ ദൃശ്യമെടുത്തത്. രാജ്യവ്യാപക റെയ്ഡിൽ കേരളത്തിൽ അറസ്റ്റിലായ 5 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് സംഭവം. ദുരൂഹ സാഹചര്യത്തിൽ ദൃശ്യം പകർത്തിയെന്ന് എൻഐഎ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇത് ഗൌരവമേറിയ വിഷയമാണെന്നും ഇനി കോടതി വളപ്പിൽ ഇക്കാര്യം ആവർത്തിക്കരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. കേസിൽ 5 പേരെ ചോദ്യം ചെയ്യാനായി 3 ദിവസം എൻഐഎ കസ്റ്റഡിയിൽ വിട്ടു. കരവന അഷ്റഫ് മൗലവി, യഹിയ യോയ തങ്ങൾ, അബ്ദുൾ സത്താർ, കെ മുഹമ്മദ് അലി, CT സുലൈമാൻ എന്നിവരെയാണ് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധനയിൽ ലഭിച്ച വിവരങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യൽ വേണമെന്ന് എൻഐഎ ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 22-നായിരുന്നു കേരളത്തിലടക്കം വിവിധ സംസ്ഥാനത്തെ PFI നേതാക്കളെ എൻഐഎ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തത്. അതേസമയം സെപ്റ്റംബർ 23-ന് പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത മിന്നൽ ഹർത്താലിലുണ്ടായ നാശനഷ്ടത്തിന്റെ തുക സംഘടനാ ഭാരവാഹികളിൽ നിന്ന് ഈടാക്കാനായി എന്ത് നടപടി സ്വീകരിച്ചെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. കോടതി സ്വമേധയാ എടുത്ത ഹർജി പരിഗണിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് CP മുഹമ്മദ് റിയാസും അടങ്ങിയ ബെഞ്ചാണ് റിപ്പോർട്ട് തേടിയത്. നഷ്ടം, അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം, ജാമ്യത്തിനായെത്തിയവരുടെ എണ്ണം എന്നിവ വിശദീകരിച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്യാനാണ് നിർദ്ദേശം. നാശനഷ്ടത്തിന്റെ കണക്കെടുക്കുന്നതിനായി ഹൈക്കോടതി നിയോഗിച്ച ക്ലെയിംസ് കമ്മീഷണർക്ക് ഒരുക്കിയ സൗകര്യങ്ങളും ഇതിൽ വ്യക്തമാക്കണം. 5.20 കോടി രൂപ പോപ്പുലർ ഫ്രണ്ട് സർക്കാരിന് അടയ്ക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. സർക്കാർ സമയം തേടിയതിനെ തുടർന്ന് ഹർജി നവംബർ 8-ന് പരിഗണിക്കാനായി മാറ്റിയിരുന്നു. ആക്രമണത്തിൽ എത്ര KSRTC ജീവനക്കാർക്ക് പരിക്കേറ്റെന്നും ചികിത്സാ ചെലവ് വഹിച്ചത് എങ്ങനെയെന്നും അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്നും ആക്രമികളിൽ നിന്നുമായി തുക ഈടാക്കണമെന്ന് ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. അതേസമയം തന്നെ ഉത്തർപ്രദേശിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഭീകരവിരുദ്ധ സ്ക്വാഡ്. പ്രേമറായ് സ്വദേശി നാസിർ കമലാണ് അറസ്റ്റിലായത്. ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടെയായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. ASP ത്രിഭുവൻ നാഥ് ത്രിപാഠിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകനായിരുന്ന നാസിറിന് ഭീകരബന്ധമുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചതോടെയായിരുന്നു അറസ്റ്റ്. പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ ഇയാൾ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പല നേതാക്കളുമായും ഇയാൾക്ക് അടുത്ത ബന്ധം ഉള്ളതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ നാസിറിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്.